ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ എന്ത് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് രാവിലെ ദോശയാണ്. ഒത്തിരി വലിയ കനം കുറഞ്ഞ ദോശയൊന്നുമല്ല, കുഞ്ഞിക്ക ദോശ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ദോശയാണ്. അപ്പം രാവിലെ ദോശയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ദോശയും ചമ്മന്തിയാണ് ഇന്നേ. മഴയൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇവിടെ നല്ലപോലെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ചിട്ടപ്പോൾ അവിടെ ശകലം കൂടെ വേണുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ ദോശ പോയി. അപ്പം നമ്മുടെ ദോശയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. കണ്ണൻ ഇന്നലെ മടിച്ച് ട്യൂഷന് പോയില്ല കേട്ടോ. അപ്പോൾ മഴയാണെന്നും പറഞ്ഞിട്ട് ഇന്നലെ മടിച്ച് വീട്ടിൽ ഇരുന്നു. ഇന്നിപ്പം അവനെ ചേട്ടൻ മര്യാദയ്ക്ക് ട്യൂഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു, അത് അവൻ മടിച്ചിരുന്നു കേട്ടോ. ഇപ്പം രാവിലെ കണ്ണൻ പോകാനൊക്കെ റെഡിയാകുന്നു. അപ്പം കണ്ണന് കഴിക്കാനൊക്കെ കൊടുക്കുവാണ്. ഇന്ന് ഇത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞു കുഞ്ഞു ദോശകളെ ഉണ്ടാക്കുന്നുള്ളൂ. കാര്യം എന്താ പറയുക, നമ്മുടെ ഈ പണ്ടത്തെ തട്ടുകട കിട്ടുന്ന ദോശയില്ലേ, ഊമ്പിരിക്ക ദോശ, അതുപോലത്തെ ദോശയും നല്ല നീണ്ട ചമ്മന്തി ഉണ്ടല്ലോ, അതും അടിപൊളി ടേസ്റ്റാണ്. അയ്യോ, മാവൊക്കെ തെറിച്ച് പോകുന്നു. തീ കുറച്ചതൊക്കെ അപ്പം മറക്കണ്ട കേട്ടോ, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സപ്പോർട്ടൊന്നും ചെയ്യാതിരിക്കല്ലേ. അപ്പം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. നമുക്കിവിടെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മഴയൊക്കെ പിടിച്ച് രാവിലെ ഓരോ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും ഇരിക്കുക. ഇനി കഴിക്കാനുള്ളത് കൂടെ ഒക്കെ റെഡിയാക്കി കഴിക്കണം. പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് എല്ലാം നമ്മുടെ ഇങ്ങനെ പുറകെ നമുക്ക് വീഡിയോയിലൂടെ കാണാവേ. പൊന്മൈ പീലിയിൽ മഴയുടെ ഏകാന്ത സംഗീതമാ ഋതുതണമൂടി മധുമന്ത്രമൂടി അന്നിന്നൊരു വന്നുവെന്നോ എന്നെ ഞാനറിഞ്ഞില്ല. കുട്ടി ദോശയാണ് ഇനി ഉണ്ടാക്കുന്നത്. ഒത്തിരി വലുപ്പമില്ലാത്ത കുഞ്ഞിക്ക ദോശ. നേരത്തെ കിട്ടുമായിരുന്നു കേട്ടോ തട്ടുകടയിൽ ഇങ്ങനത്തെ. ഇപ്പോൾ കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു, ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ദോശയാണ്. ചെറിയ ദോശയും നല്ല ചൂട് ചമ്മന്തി, പിന്നെ കനം കുറഞ്ഞ സൈസ് ഓംപ്ലേറ്റും, സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ഇത്രയും വലുപ്പമുള്ളൂ ദോശയ്ക്ക്. എന്നിട്ട് ഇത് ശരിക്കും വേഗത്തില്ല കേട്ടോ. ഈ മുട്ട ശരിക്കും വേകാതെ ഇതിൻ്റെ അകം ഒന്ന് വാട്ടി, അങ്ങനെയാണ് തട്ടുകടയിൽ ഓംപ്ലേറ്റ് ഇരിക്കുന്നത്. അതിനും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടും. അവരിത്രയൊന്നും എടുത്തിട്ട് കേട്ടോ, ചുമ്മാ ഒന്ന് തൂളിച്ച് വിടത്തുള്ളൂ. നമ്മൾ പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കാര്യമായിട്ടങ്ങ് ഇടും. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് അന്നേരം തന്നെ അവരെടുക്കും കേട്ടോ. ഇത്ര നേരം വെച്ചുകൊണ്ടിരിക്കത്തില്ല. കണ്ടോ, വെന്തു. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂട് ചമ്മന്തി.
ഇനി കഴിക്കാൻ കൊടുക്കട്ടെ. ഭയങ്കര ഉപ്പും കൂടുതലാണ്. നല്ല കറി. അമ്മ ഉണ്ടാക്കുന്നതിനെക്കാളും ഭയങ്കര ടേസ്റ്റ്. ഉണ്ടാവൂടി അമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ ടേസ്റ്റ് കേട്ടോ. ആണല്ലോ മുഖം കാണിച്ച് നിങ്ങളെ പറഞ്ഞേ ടേസ്റ്റ്. എനിക്ക് ഇഷ്ടമായി കറി. അത് പിന്നെ എല്ലാവർക്കും അവരവരുണ്ടാക്കുന്ന ഇഷ്ടമാകും. അതങ്ങനെയാണ്. രാവിലത്തെ മഴയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ചോട് ചോദിക്കും. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ട് ഇറങ്ങാണേ. നല്ല മഴയാന്നേ. കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞില്ലേ സാധനം മേടിക്കാനായിട്ട് ഇറങ്ങിയത്. അതൊന്നും മേടിച്ച് നടന്നില്ല. നേരെ തിരുവല്ലയിലേക്കാണ് പോയത്. അപ്പൊ ഇന്ന് കടയിൽ പോകാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയേക്കുന്നത്. ഇറങ്ങും പോകുമെന്ന് വിചാരിക്കുന്നു. ഇറക്കമൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എന്നാലും കണ്ണൻ ട്യൂഷന് പോയേക്കുന്നുണ്ട്. പോവുകയല്ല ദൂരോട്ടേക്കും. അപ്പൊ ഇന്ന് കടയിൽ തന്നെ പോകാനാണ്. കടയിൽ പോകണം. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഇടാണ്ട് ഒരു മാറ്റി മേടിക്കണം. നമ്മുടെ മഴ പെയ്ത് കഴിയുമ്പോഴല്ലോ സിറ്റൗട്ടിലേക്ക് എറിച്ചിലടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുന്നവരെല്ലാം വീഴുവാണ്. അപ്പൊ നമ്മളിവിടെ ഉള്ളവർക്ക് നമുക്കറിയാം അവിടെ തെന്നും വെള്ളം ഉണ്ടെന്ന് പറയാം. അപ്പം നമ്മളെ ശ്രദ്ധിച്ചിറങ്ങുന്നത്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴത്തേക്കും കണ്ടല്ലോ അവർ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഉണ്ണിക്കൂട്ടം ഇപ്പോഴല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയ്ക്ക് കൊച്ചു വന്ന് വീണപ്പം തൊട്ടേ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് മഴയ്ക്ക് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്നാണ് ചെയ്യുക? അവിടെ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കങ്ങ് പേടിയാണ് അവിടെ തെന്നി അടിച്ച് വീഴുമെന്നുള്ളത്. അപ്പം അതൊന്ന് ചെയ്യണം. മിക്കപ്പോഴും ഞാനാണ് അവിടെ സ്വന്തമായിട്ട് വീഴ്ചയുടെ സ്ഥലം ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നോക്കി കണ്ടെടുക്കുന്നത്. ഇനി വീണ എന്നെ കൊണ്ട് വയ്യ. അപ്പം അതിനൊന്ന് അളവൊക്കെ എടുത്തുകൊണ്ട് പോയി അതെടുക്കണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ നമുക്ക് കടയിലൊക്കെ പോയിട്ട് വരാം കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ പോയിട്ട് വന്നിട്ട് വീട്ടിലെ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ ദൂരോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ ഗേറ്റ് അടയ്ക്കുന്നത്. ഇന്ന് ഗേറ്റ് അടയ്ക്കാതെ ഞങ്ങൾ പോകുന്നത്. അവൻ ഇപ്പോൾ വരത്തില്ല. അവന് ട്യൂഷൻ ഇടുമെന്ന് വിളിച്ച് പറയാം. അവിടെ നിൽക്കാൻ പറയാം. നമ്മുടെ കൂടെയും കൊണ്ടുവരാം. കുടയും കൊണ്ട് ഇറങ്ങണ്ടേ? പറഞ്ഞാൽ മതി പുള്ളിയുടെ. അല്ലെങ്കിൽ കുട വേണ്ടേ? ആ നമുക്ക് കുട വേണ്ടേ? പനി പിടിക്കല്ലേ? മീൻ മേടിക്കാനായിട്ട് വച്ചടം പോയത്. നല്ല മഴ കേട്ടോ. മഴ ഉറയ്ക്കുക. കാണാൻ നല്ല ഭംഗിയാ. പക്ഷെ ഈ വൈറ്റേല് ചെളിയാകത്തില്ലേ? ഞങ്ങൾ കടയിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇത് കണ്ടോ, ഇവിടുത്തെ ഞങ്ങളുടെ ആറ്റിലെ വെള്ളം കണ്ടോ? നല്ല ഒഴുക്കാണ്. പക്ഷെ വലിയ കലക്കലൊന്നുമില്ല കേട്ടോ വെള്ളത്തിന്. പച്ച ആപ്പിളൊക്കെ എനിക്കറിയത്തില്ല നോക്കിയെടുക്കാനായിട്ട്. നോക്കിയേക്കണേ. ബാസൻ എപ്പോൾ എടുത്താലും പനലായിരിക്കും കൊണ്ടുവരുന്നത്. എവിടെയെങ്കിലും ഒരു കേട് ആണോ? എന്തു തുടങ്ങിയത്? ആ എന്നിട്ട് ഇപ്പോഴും നമ്മളൊക്കെ അറിയുന്നത് കേട്ടോ. ഒരു പ്രതീക്ഷയില്ല. ഇനി ഇതിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസൊക്കെ ഉണ്ടോ? അങ്ങനെ ആണോ? അങ്ങനെയൊക്കെയാണോ? ആഹാ. ആ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടല്ലേ? ആ ടച്ചിങ് ഒക്കെ വാച്ചനൊക്കെ സന്തോഷം. അപ്പൊ പ്ലംബിങ്ങിന്റെ പണിക്ക് ഇപ്പൊ പോകുന്നില്ലേ? കൊള്ളാം കേട്ടോ. അടിപൊളി കടയാ. ഇവരെയൊക്കെ വഴിയിൽ നിന്ന് കയറിക്കൊണ്ട് വന്ന് നമ്മളെ വേണം പറയാനായിട്ട് കേട്ടോ. അയ്യോ കേട്ടോ. ഞാനല്ല, അവന്റെ അച്ഛന്റെ ആ സന്തോഷം കണ്ടോ അവൻ ആ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക്.
ചെരുപ്പല്ല ഇവിടെ തന്നെ ഉരുട്ടെ ഇവിടെ എല്ലാം ഇപ്പം സെറ്റാക്കാൻ പോവാം. എന്നാ ഇതും കൂടെ അകത്തോട്ട് വെക്കണേ, ഇതെല്ലാം വെള്ളം അല്ല. ഇവന് വഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ടെന്ന് ഞങ്ങളെ വേണം പറയാനായിട്ട്. പോയി ഡോർ അടയ്ക്കടാ. അയ്യോ വേണ്ട താഴെ പോയി അതൊക്കെ. അച്ചുകൂട്ടാ അതും കൂടി ഇങ്ങെടുത്തരാ തന്നെ ഇങ്ങിതാ ആണടാ, അത് എൻ്റെ ആവശ്യമാണ്. എടി ഇത് പ്ലാസ്റ്റിക്കിന്റെ നല്ല ചൂല. നീ എന്നതാടാ എപ്പോഴും അച്ഛനെ കുറ്റം പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ. അച്ചു കടയിലെല്ലാം പോയിട്ട് വന്ന് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞുള്ള കറിവേപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. കടയിൽ പോയിട്ടപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അച്ചുവിനെ വീട്ടിൽ ആക്കിച്ചായിരുന്നു പോയത് കുടുംബത്ത്. തിരിച്ചു വന്നപ്പം കണ്ണനെ ട്യൂഷൻ്റെ അവിടെ നിന്ന് കൂട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ പോയപ്പം കുക്കറിനകത്ത് ചോറെടുത്ത് വെച്ചിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് ചോറ് വെന്ത് അത് ഊറ്റി ഇനി ഇത് മെഴുക്കോട്ട് വെക്കാം. ഉരുളക്കിഴങ്ങ് സവോളയും ഉപ്പും കൂടെ ചേർത്ത് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കുക. മീൻ കിളിവരണ്ടിയാണ്. അപ്പോൾ അവിടെ നിന്ന് വെട്ടിയാണ് മേടിച്ചുകൊണ്ട് വന്ന്. പിന്നെ ഇവിടെ വന്ന് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതിയായിരുന്നു. മീനും വറക്കാനിട്ടു. ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിക്കകത്തിട്ട് മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മുളക് പൊടി ചേർത്ത് ഇങ്ങനെ മെഴുക്കോട്ടി എടുക്കാമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മുളക് ചതച്ചിട്ടെടുക്കാമെങ്കിൽ നല്ല ഉള്ളിയും മുളകും അങ്ങനെ എടുത്താലും നല്ല രുചിയാണ്. എന്നിട്ട് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ആ മുളക് നല്ലപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കണം, എന്നാൽ രുചിയുള്ളൂ. പിന്നെ പിരിയമുളക് പൊടിയാണെങ്കിൽ ഇച്ചിരിയും കൂടെ കളറ് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ സാധാ മുളകായതുകൊണ്ടാണ് ഈ കളറ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചമ്മന്തിയാണ് ഏറ്റവും ടേസ്റ്റ്. ഇന്ന് മുളക് ചുട്ടരച്ച് ചമ്മന്തി ഒന്നുമല്ല, സാധാരണ ചമ്മന്തിയാണ്. ഉപ്പും പുളിയെല്ലാം വെച്ച് അങ്ങനത്തെ ചമ്മന്തി. നമ്മുടെ മെഴുക്കോട്ടിയും കൂടെ ഒന്ന് മുളകൊന്ന് മൂത്താൽ മതി, മെഴുക്കോട്ടിയും കൂടെ സെറ്റാവും. മെഴുക്ക് വരട്ടിയും സെറ്റായി. ഇനി ഞങ്ങൾ ചോറുണ്ണാനായിട്ട് തുടങ്ങുകയാണ്. കണ്ണന് ചോറ് വേണ്ടേ? ചമ്മന്തി നല്ല അടിപൊളി ചമ്മന്തിയാണ്. അപ്പം ഞങ്ങൾ ഇനി ചോറിനട്ടെ. ഇവിടെ നല്ലപോലെ തുടച്ച് കറുപ്പും വെള്ളയൊക്കെ നല്ല ഇതാണ്. നോക്കിയേ പുല്ലാന്ന് തോന്നത്തില്ല, വേണ്ട പുല്ല്. കണ്ണമ്മ വീഴാതിരിക്കാൻ വേണ്ടിയാ ഇവിടെ എല്ലാം ഇങ്ങനെല്ലാം ചെയ്യുന്നത്. അയ്യോ അച്ഛൻ്റെ ചിരി കണ്ട അമ്മേനെ എന്നേലും പറയുമ്പോഴത്തേക്ക് പിന്നെ ബാച്ചൻ ഒരു ദിവസം ഓർക്കുന്നുണ്ടോ? ബാച്ചൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ബാച്ചൻ കാറ് ഇന്നവേലോട്ട് കയറുക വെളുപ്പാക്കാലത്ത്. ഞാൻ എടുത്തടിച്ച് നിലത്ത് കിടപ്പുണ്ട്. ബാച്ചനൊക്കെ ഇപ്പൊ എന്നെ മതി. അവിടെ എന്നതാ സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, വീണാന്ന് പറഞ്ഞു. അങ്ങോട്ട് വെക്കും ബാച്ചട്ടാ. അല്ല അവിടെ നിന്ന് വേണ്ട, ഇങ്ങോട്ട് സെറ്റ് ചെയ്യണ്ടേ. സ്പീഡപ്പായിട്ട് ചെയ്ത് ആ ആടി തൂങ്ങി. എനിക്ക് എൻ്റെ ഒരു ജോലിയുണ്ട്, ഒന്നിനും ഒരു സ്പീഡില്ല. അതൊന്ന് പിഴിഞ്ഞു കൊടുത്തേട്ടോ നല്ലപോലെ. ഇതെല്ലാം എൻ്റെ കൈ വരാത്തതിൻ്റെ അതിന് മാറ്റിയിട്ട് പുറത്തോട്ട് വീഴല്ലേ. അവിടെ നിന്ന് ഇച്ചിരി നീങ്ങി നിൽക്കണം, അതുകൊണ്ട് തെറിക്കൂടാ. ഒരിടത്തും പിടിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ആ പരുവാക്കിയത് ആരാന്ന് എനിക്കറിയാൻ മേല. അതൊക്കെ പോയി. വേണ്ട ചിരി കണ്ട, ചിരി കാണുമ്പോൾ അറിയാം ആരാ കളഞ്ഞെന്നുള്ളത്. അത് ഞാനവിടെ ഊരിയിട്ടതാ. ഇവിടെ ഇതെല്ലാം ചെയ്തിട്ട് ആ കെട്ടഴിക്കട. അങ്ങോട്ട് കയറ്റി. നേരെ ആദ്യം ചെറുതിട്, സൈഡിൽ ആദ്യം ചെറുതിട്. ഇങ്ങനെ പച്ച പരവതാനി വിരിക്കുക. സൈഡ് ചേർത്ത് വിടണേ.
അവിടെ വരെ വന്നില്ല. അങ്ങോട്ടൊന്ന് വലിച്ചടാ. ആ എന്നാ അങ്ങനെ അവിടെ നിന്നിരിക്കും. ഇവിടെ ചെറിയ ചുരുണ്ടായിരിക്കും. അത് ഇച്ചിരി മടക്കി അങ്ങോട്ട് മേലോട്ട് നീ ഇവിടെ വന്ന് ഇവിടെ വെച്ച് തിരിച്ച് മടക്കിക്കേ. അല്ല തിരിച്ച് മടക്കി അങ്ങോട്ട് ലെവലായിക്കോളൂ. അങ്ങനെയല്ലടാ പോട്ടാ. അയ്യോ അത് അകത്തോട്ട് മടക്കിക്കേ. അകത്തോട് വേണം. ആ ഇനി അതൊന്ന് വൃത്തി. ഇനി അങ്ങോട്ട് അവിടെ വലിച്ചിട്ട് നീ ആ സൈഡ് വലിച്ചിട്ട് അത്രേ ഉള്ളൂ. അവിടെ ചേർന്നിട്ട് കിടക്കുന്നത് ഇങ്ങോട്ട് ഇതാക്കണ്ട. അവിടെ വെള്ളം തള്ളി ഇന്ന തുമ്പത്തി തെന്നുന്നുണ്ടോ? മറ്റെടുത്തിട്ട് അടുത്ത പരവതാനി വരട്ടെ. അതവിടെ കട്ട് ചെയ്തിടണം. ഓ കാറ് കൊള്ളല്ലേ. കെട്ടഴിക്കടാ. നിർത്തുന്നു ഞാൻ. നമുക്ക് വേറെ പരിപാടി വെച്ചിട്ട് തുമ്പി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ഇത് നല്ല നോക്കി. ഇത് പിരിച്ചിട്ട് വെറുതെ അത്രയും വീതിക്ക് എടുക്കണ്ടായിരുന്നു അല്ലേ? ഇല്ല അത് അവര് പറഞ്ഞ ഇടുന്നത് ഒരേ ലെവലിൽ തന്നെ. ഇല്ല ഇല്ല മാറിപ്പോയിട്ടില്ല. കളർ വ്യത്യാസമുണ്ട് കേട്ടോ. ചെറുതായിട്ട് കറക്റ്റ് രണ്ടാ കിടക്കുന്നത്. എടാ ഫുള്ളായിട്ട് ഇട്ടാണ്ട് അത്രയും വലിപ്പമുള്ള കിട്ടത്തില്ല. ആ ഇവിടെ കട്ട് ചെയ്ത് ഇച്ചിരി ഇടണം. ഇങ്ങോട്ട് കട്ട് ചെയ്യണം. ഇവിടെ കട്ട് ചെയ്തിട്ട് വേണം നീക്കിടാൻ. തുമ്പത്ത് ഇനി ബാക്കി മൊത്തം എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇനി വീഡിയോ എടുക്കാം കേട്ടോ. ഇച്ചിരി പരിപാടി എനിക്കും ഉണ്ട് ഇനി ഇവിടെ. എൻ്റെ കണ്ണമ്മ തെന്നി വീഴാതിരുന്നാൽ മതി. മക്കള് വീഴാതിരിക്കാൻ വേണ്ടിയാ. ഒരു ദിവസം തന്നെ 10 തവണ. പിന്നെ അങ്ങനെയൊന്നും വേണ്ടില്ല. ഞാനും വേണ്ട 3 പ്രാവശ്യം കണ്ടേ വീണ്ടുള്ളൂ. ആ സ്റ്റെപ്പ് എന്നെയാന്ന് നീ തള്ളിയിട്ടതാണോ എന്റെ ബലമായ സംശയം. ഏത്? ഓ വേണ്ട അവിടെ തെന്നുന്ന ബസ്. ആ സ്റ്റെപ്പിൽ എന്നെ ഇട്ടാലും ഇത് ചെയ്തിട്ടാലും തെന്നുന്നുണ്ട്. ഇതുണ്ട് ഇത് തെന്നുന്ന സംഭവം. ഇതുണ്ട് അങ്ങോട്ട് നീങ്ങിപ്പോവും. സെറ്റ് അതും അതുപോലെ ഒന്ന് സെറ്റ് ആക്കി. ഏത്? ഇതോ? അതമ്മ വലിച്ചിട്ടുണ്ട്. കറക്റ്റാ. ഇതും കറക്റ്റാ. ഇതിങ്ങനെ ഇട്ട് എന്താ അറിയോ, ഇച്ചിരി വെളിയിലോട്ടിരുന്ന ചെറുപ്പത്തിൽ. എടാ ഇത് ചേർത്തിടണമെന്നില്ല. ഇച്ചിരി കൂടി നീക്കി കിട്ടോ, കുഴപ്പമില്ല. ചെറിയൊരു വിടവ് വന്നാൽ അതിനത്ര തിന്നി വെഴുത്തൊന്നുമില്ല. ഓ ഉറുമ്പിനോടൊക്കെ എന്നെ ആത്മാർത്ഥത. അത് നേരത്തെ പൊട്ടിയതാ. ഇന്നാലെങ്ങാണ്ട് അച്ഛൻ്റെ തല എങ്ങാണ്ട് ഇടിച്ചു. അച്ഛനത് തല ഇടിക്കുമോ? താഴെ ഇടുവേണ്ടത്. അച്ഛൻ താഴെ ഇടുവേണ്ടതാ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു പൊട്ടിയെന്ന്. അച്ഛൻ പൊട്ടിച്ചോണ്ട് ആരും അറിഞ്ഞില്ല. ഡയലോഗൊക്കെ കേൾക്കുന്നില്ലേ വാച്ചേട്ടാ? നമ്മള് 2 വർഷം മുന്നേ പൊട്ടിച്ചത് അച്ഛൻ. മര്യാദക്ക് ഇരിപ്പടാ. ഇപ്പം നമ്മുടെ സിറ്റ് ഔട്ട് മുഴുവൻ സെറ്റാക്കി. നശിപ്പിക്കാതെ ഓ ഗ്യാസ് വണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. മാറ്റിടിയിലും പിന്നെ ചെറിയത് വണ്ടി വരട്ടെ ഒക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. ഇതൊക്കെ ഇട്ടതൊക്കെ എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ.